സ്റ്റുഡൻസ്, നമ്മൾ നമ്മുടെ തേർഡ് സെമ്മിൻ്റെ ഒരു സബ്ജക്റ്റായ പൈതൺ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുകയാണ്. പൈതൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നമ്മൾ C++ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പൈതൺ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് എന്താണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നൊക്കെ വെച്ച് നോക്കാം. കമ്പയർഡ് ടു അതർ ലാംഗ്വേജ്, പൈതൺ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. ഇപ്പം ഒരു ഡിഫറൻസ് പറയുവാണെങ്കിൽ C++ അല്ലെങ്കിൽ സിക്കകത്തൊക്കെ നമുക്കൊരു വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അല്ലേ. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു വേരിയബിളിലോട്ട് വാല്യൂസ് അസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പൈതണിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു വേരിയബിൾ ഡിക്ലറേഷന് അല്ലെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ A=10 എന്ന് പറഞ്ഞ് ഡയറക്റ്റ് നമുക്ക് ഈ 10 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ A എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ എന്തായിരിക്കും, ഇൻറ്റിജറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻറ്റ് A എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമൊന്നും ഈ പൈതണിൻ്റെ അകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയാലും അതൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലാംഗ്വേജാണ് പൈതൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ, എങ്ങനെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ നോക്കാം. പൈതൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ജനറൽ പർപ്പസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ്, രണ്ട് ടൈപ്സ് ലാംഗ്വേജ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജും ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജും ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, മെഷീൻ ലാംഗ്വേജ് അല്ലേ, മെഷീൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ്, ഇതൊക്കെയാണ് ലോ ലെവൽ ലാംഗ്വേജസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റിലുള്ള ലാംഗ്വേജസ് ആണ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജിലാണെങ്കിൽ നമുക്കറിയാം കോമ്പിനേഷൻസ് ഓഫ് 0s 1 അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ എന്താണ്, നമ്മുടെ ന്യൂമോണിക് കോഡ്സുകളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് വരുമ്പം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും പ്രോഗ്രാംസുകൾ എഴുതുന്നത്. അപ്പോൾ പൈതൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് വാസ് ഇനീഷ്യലി ഡിസൈൻഡ് ബൈ ഗൈഡോ വാൻ റോസം ഇൻ 1991 ആൻഡ് ഡെവലപ്ഡ് ബൈ പൈതൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് ആദ്യമേ ഡിസൈൻ ചെയ്തത് ഗൈഡോ വാൻ റോസം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 1991 ഈ ഗൈഡോ വാൻ റോസം എന്ന് പറയുന്ന വ്യക്തി പൈതൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്ത ഒരു ലാംഗ്വേജിന് ഈ പൈതൺ എന്ന് പറയുന്ന പേര് കൊടുക്കാൻ കാരണം, ഈ ഗൈഡോ വാൻ റോസം ഒരിക്കലൊരു കാർട്ടൂൺ കാണുകയും ആ കാർട്ടൂണിലുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് പൈതൺ എന്ന്. അതുകൊണ്ടാണ് ഈ ഗൈഡോ വാൻ റോസം അയാൾ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജിന് പൈതൺ എന്ന് പറയുന്ന പേര് കൊടുത്തത്. ഡെവലപ്പ് ചെയ്ത ഫൗണ്ടേഷൻ ഏതാണ്, പൈതൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനാണ്. ഇറ്റ് was mainly developed for emphasis on code readability and its syntax allows programmers to express concept in fewer lines of code. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാരണം എന്താ, കോഡ് റീഡബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ പ്രോഗ്രാം എഴുതണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും വലിയ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ പൈതൺ പ്രോഗ്രാംസ് ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് കോഡ് റീഡബിലിറ്റിയാണ്. അപ്പം അത് ഒരു സാധാരണ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് പോലും ആ ഒരു പ്രോഗ്രാമിംഗ് കോഡ് കണ്ടാൽ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും ഈ പൈതൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഒരുപാട് വലിച്ചുവാരിയൊന്നുമില്ല, കുറച്ച് ലൈൻസിൽ മാത്രം ഈ കോഡുകൾ ഒതുങ്ങി നിൽക്കുന്ന സിൻടാക്സുകളാണ് യൂസ് ചെയ്യുന്നത്. പൈതൺ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ലെറ്റ്സ് ടു വർക്ക് ക്വിക്ലി ആൻഡ് ഇൻറ്റിഗ്രേറ്റ് സിസ്റ്റംസ് മോർ എഫിഷ്യൻ്റ്ലി. ദർ ആർ 2 മേജർ പൈതൺ വേർഷൻസ്, പൈതൺ 2 ആൻഡ് പൈതൺ 3. 2 ടൈപ്പ് വേർഷൻസ് ആണ് പൈതൺ ഉള്ളത്, പൈതൺ 2ഉം പൈതൺ 3യും. On 16th October 2000, Python 2.0 was released with many new features. On 3rd December 2008, Python 3.0 was released with more testing and include new features. അപ്പോൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത
അല്ലെങ്കിൽ റിലീസ് ചെയ്ത പൈതൻ്റെ വേർഷൻ പൈതൺ 2 അല്ലെങ്കിൽ പൈതൺ 2.0 എന്ന് പറയുന്നതാണ്. അതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ അത് 16 ഒക്ടോബർ 2000 അത് റിലീസ് ചെയ്തത്. എന്നാൽ 3 ഡിസംബർ 2008 ആയപ്പോൾ പൈതണിൻ്റെ അടുത്ത വേർഷനായ പൈതൺ 3.0 റിലീസ് ചെയ്യും. അതിൽ കമ്പയർ ടു പൈതൺ 2നെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ബിഗിനിങ് വിത്ത് പൈതൺ പ്രോഗ്രാം. ആദ്യമേ നമ്മൾ ഒരു പൈതൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ഫൈൻഡിങ് ആൻ ഇൻ്റർപ്രിറ്റർ. ഒരു ഇൻ്റർപ്രിറ്ററിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് ഇൻ്റർപ്രിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ടു ഇൻ്റർപ്രിറ്റ് ആൻഡ് റൺ അവർ പ്രോഗ്രാംസ്. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അല്ലേ ഇൻ്റർപ്രിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? OS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ആക്ട്സ് ആൻ ഇൻ്റർപ്രിറ്റർ ബിറ്റ്വീൻ യൂസർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റ് ചെയ്ത് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് മാറ്റി തിരിച്ച് അവിടെ നിന്നും റെസ്പോൺസ് നമുക്ക് കിട്ടണം. ഓക്കെ, ബിഫോർ വി സ്റ്റാർട്ട് പൈതൺ പ്രോഗ്രാം വി നീഡ് ടു ഹാവ് ആൻ ഇൻ്റർപ്രിറ്റർ ടു ഇൻ്റർപ്രിറ്റ് ആൻഡ് റൺ അവർ പ്രോഗ്രാംസ്. There are certain online interpreters like https://ide.geeks4geeks.org, http://ideon.com or http://codepad.org that can be used to start Python without installing an interpreter. Windows, there are many interpreters available freely to run Python script like IDLE, Integrated Development Environment, which is installed when you install the Python software from http://python.org downloads. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ എഴുതുന്ന ഈ പൈതൺ പ്രോഗ്രാമിനെ റൺ ചെയ്യിക്കാൻ വേണ്ടി ഒരു ഇൻ്റർപ്രിറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻ്റർപ്രിറ്ററിന് ഓൺലൈനായിട്ട് ഇൻ്റർപ്രിറ്റർ കിട്ടുന്ന സൈറ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. geeks4geeks, id1.com, അതുപോലെ കോഡ്പാഡ്സ്. ഇനി വേറൊരു ഓപ്ഷനുണ്ട്. നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗൂഗിളിൽ കയറി പൈതൺ ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ പൈതൺ 3.0 എന്ന് പറഞ്ഞ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സൈറ്റിൻ്റെ URL കാണാൻ പറ്റും. python.org എന്ന് പറയുന്ന സൈറ്റ്. അതിൽ കയറിയാൽ ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് അവിടെ കാണാം. പൈതൺ 3.0 സപ്പോർട്ട് ചെയ്യുന്ന വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്, ഉബന്തു ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഏതാണെന്നുള്ളത് അവിടെ നോക്കുക. ഇപ്പോൾ വിൻഡോസ് OS ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പൈതൺ സോഫ്റ്റ്വെയർ ഏതിലായിരിക്കും ഡൗൺലോഡ് ചെയ്യേണ്ടത്? വിൻഡോസ് OSിൽ. അപ്പോൾ ക്ലിക്ക് ദി വിൻഡോസ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒരു റൺ സ്ക്രീൻ കാണും. ആ ഒരു ദെൻ അതിൽ നിന്നും നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പൈതണിൻ്റെ ID ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആയിട്ടുള്ള അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അത് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഈ IDLEയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻ്റർപ്രിറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എങ്ങനെയാണ് നമ്മളിതിൽ പ്രോഗ്രാംസ് എഴുതേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ബിഗിൻ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ജസ്റ്റ് എന്താണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പ്രിൻ്റ് ആണെങ്കിൽ പ്രിൻ്റ് ഹലോ, ഡബിൾ കോഡ്സിൽ കൊടുക്കാം, സിംഗിൾ കോഡ്സിൽ കൊടുക്കാം. അതൊക്കെ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് സ്ക്രിപ്റ്റ് ബിഗിൻ ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് 1, സ്റ്റേറ്റ്മെൻറ്റ്സ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സെട്ര എന്താണോ കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസ് റൺ ചെയ്ത് കാണിക്കാം. സ്ക്രീൻ ഷോട്ടൊക്കെ കാണിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും. ഇനി എന്താണ് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ a programming language that supports script programs written for a special runtime environment that automate the execute of task. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? എ ഫോർമൽ ലാംഗ്വേജ് വിച്ച് കമ്പേഴ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ കേസിലാണെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് സപ്പോർട്ട് സ്ക്രിപ്റ്റ് പ്രോഗ്രാം റിട്ടൺ ഫോർ എ സ്പെഷ്യൽ റൺ ടൈം എൻവയോൺമെൻറ്റ് ദാറ്റ് ഓട്ടോമേറ്റ് ദി എക്സിക്യൂഷൻ ഓഫ് ടാസ്ക്. അതായത് ഇപ്പോൾ സാധാരണ ഒരു നോർമൽ പ്രോഗ്രാംസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇപ്പോൾ ആ 2 നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇൻറ്റ് C = ഇൻറ്റ് A + ഇൻറ്റ് B അല്ലേ? ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ കൊടുക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾക്ക് എന്ത് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാംസ് റിട്ടൺ ഫോർ എ സ്പെഷ്യൽ റൺ ടൈം എൻവയോൺമെൻറ്റ്
എൻവയോൺമെൻറ്റ് ദാറ്റ് ഓട്ടോമേറ്റ് ദി എക്സിക്യൂഷൻ ഓഫ് ടാസ്ക്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റൺ ടൈം എൻവയോൺമെൻറ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ റൺ ടൈം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ലാംഗ്വേജസ് ആണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HTML കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ HTML സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലാണ് HTML പ്രോഗ്രാംസ് കൊടുക്കുക. ആ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് അവിടെ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ കയറി ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്? HTML, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ ലാംഗ്വേജസ് വെച്ച് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ കൂടി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇമേജ് ഇടുക, ഫേസ്ബുക്കിൽ ഇടണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് HTML, ജാവ എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പം ഇതാണ് the scripting language that can be created and a special runtime environment. Then അടുത്ത കേസാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ സ്പീഡ് ഈസ് ലോ ആയിരിക്കും. ദെൻ കമ്പൈലർ ബേസ്ഡ് ലാംഗ്വേജ് ആർ എക്സിക്യൂട്ടഡ് മച്ച് ഫാസ്റ്റർ വിച്ച് ഈസ് ഇൻ്റർപ്രിറ്റർ ബേസ്ഡ് ലാംഗ്വേജസ് ആർ എക്സിക്യൂട്ടഡ് സ്ലോവർ. അപ്പം നമുക്കറിയാം രണ്ട് ടൈപ്സ് ഇൻ്റർപ്രിറ്റേഴ്സ് ഉണ്ട്, കമ്പൈലറും ഉണ്ട്, ദെൻ ഇൻ്റർപ്രിറ്ററും ഉണ്ട് അല്ലേ, ട്രാൻസ്ലേറ്റേഴ്സ്. കമ്പൈലർ എന്ന് വെച്ചാൽ എന്താണ്? കമ്പൈൽ എന്ന് വെച്ചാൽ എന്താ? അറ്റ് എ ടൈംസ് എല്ലാ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസ് മൊത്തം അല്ലേ, എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മൊത്തം റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇൻ്റർപ്രിറ്റർ എന്താണ്? ലൈൻ ബൈ എക്സിക്യൂഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ കമ്പൈലർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും, ഇൻ്റർപ്രിറ്റർ എന്ന് വെച്ചാൽ സ്ലോവർ ആയിരിക്കും. ദെൻ ഇൻ ദി കേസ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. നമുക്കറിയാം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ക്ലയൻറ്റ് സൈഡും ആൻഡ് സെർവർ സൈഡും. ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്സ് സ്ക്രിപ്റ്റുകൾ റെഡിയാക്കുക. ദെൻ സെർവർ സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? സെർവറിൻ്റെ ഭാഗത്തു നിന്നും റൺ ചെയ്യുന്ന പോലെ, സെർവറിൻ്റെ ഭാഗത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ദെൻ ഇൻ ദി കേസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഹൈ ലെവൽ, ലോ ലെവൽ ലാംഗ്വേജ് ഓർ കമ്പൈലർ ബേസ്ഡ് ഓർ ഇൻ്റർപ്രിറ്റർ ബേസ്ഡ് ലാംഗ്വേജസ്. നമുക്കറിയാം രണ്ട് ടൈപ്സ് ലാംഗ്വേജസ് ആണ്, ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ് ആയിരിക്കും. ലോ ലെവൽ ലാംഗ്വേജസ് നമുക്ക് മെഷീൻ ലാംഗ്വേജ് അറിയാം, അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജസ് ഒക്കെ ഇത് വരുന്നതാണ്. ഇനി അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പൈലർ ബേസ്ഡ് അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ ബേസ്ഡ് ലാംഗ്വേജസ് എന്നും പറയാറുണ്ട്. ഇൻ ദി കേസ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈസി ടു ലേൺ, ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോട്ട് ആസ് ഈസി ടു ലേൺ. ദെൻ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ്, പേൾ, PHP, പൈത്തൺ ആൻഡ് റൂബി. ഇതൊക്കെ എന്താണ്? ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഇത് നമ്മുടെ C++ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ഇതിനെ വെച്ച് നോക്കുമ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പെട്ടെന്ന് തന്നെ ലേൺ ചെയ്യാൻ പറ്റും. പക്ഷേ C++ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഈസി ടു ലേൺ, അത്രയ്ക്ക് ഈസി ആയിട്ടത് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ R2 നമ്പേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു ലെങ്തി പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മോസ്റ്റ് യൂസ്ഡ് ഫോർ വെബ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം വെബ് ഡെവലപ്മെൻറ്റ് വേണ്ടിയാണ് ഈ ജാവാസ്ക്രിപ്റ്റ്, പേൾ, പിന്നെ പൈത്തൺ തുടങ്ങിയ PHP തുടങ്ങിയ ലാംഗ്വേജസുകൾ യൂസ് ചെയ്യുന്നത്. ദെൻ യൂസ്ഡ് ടു ഡെവലപ്പ് വേരിയസ് ആപ്ലിക്കേഷൻസ് സച്ച് എസ് ഡെസ്ക്ടോപ്പ്, വെബ് ആൻഡ് മൊബൈൽ എക്സെട്ര. ഇതിനൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പൈത്തണിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.